ഇതിൽ ഈ മൂവിയിൽ ഓപ്പൺ ഐസ് ഡെത്താണ്. മരിച്ച് കിടക്കുന്നവരൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ പുറത്തേക്ക് ആയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കിടക്കണതാണ്. ഇങ്ങനെയാണ് കണ്ണ് ഇങ്ങനെ ഇതിൽ മരിച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ കണ്ണ് തുറന്നിട്ടാണ് മരിച്ചെടുക്കുന്നത്. ഓപ്പൺ ഐസ് ഡെത്ത്. അനോമി മൂവി ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഇതിലെ മെയിൻ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ഭാവനയാണ്. ഭാവന ഇതിൻ്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. ഡോക്ടർ റോയ് CJ ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസ് ചെയ്ത അവസാനത്തെ പടമാണ് അനോമി. ഈ പടം ഫെബ്രുവരി 6 2026 ഫെബ്രുവരി 6 ഈ മൂവി റിലീസായത്. തിയേറ്ററിൽ അധികം റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അധികം വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ മൂവി. പക്ഷേ ഇതിപ്പോൾ OTT വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ ഫസ്റ്റ് 20 മിനിറ്റ്സ് ഭയങ്കര ലാഗായിട്ടാണ് പോണത്. ഈ പടം ഞാൻ ഈ ഫസ്റ്റ് 20 മിനിറ്റ്സ് കണ്ടപ്പോൾ വിചാരിച്ച് ഇത് പടം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച്. പിന്നെ മൊത്തം പടമാണ് മാറുന്നത് ആ 20 മിനിറ്റ്സിന് ശേഷമാണ്, ആ മർഡറിന് ശേഷമാണ്. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടായിരുന്നില്ല, അത് എന്താണ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് മനസ്സിലാവുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ മൂവി ഫസ്റ്റ് ഈ ഭാവന മെയിൻ കഥാപാത്രം ചെയ്ത ഭാവനയുടെ ബ്രദറിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് തുടർന്നുണ്ടാകുന്ന മരണങ്ങളുമായി ബന്ധപ്പെട്ട് അത് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് റഹ്മാൻ വരുന്നത്. റഹ്മാൻ ഇതിലൊരു പോലീസ് ഓഫീസറാണ് റഹ്മാൻ വരുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കണക്റ്റായിട്ട് ആണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഗംഭീര സ്റ്റോറി ആയിരുന്നു ഇതിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. മെയിൻ കാരണം എന്ന് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റോറിയാണ്. അത്രയും ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ സൈഡിലേക്ക് പോകണമെന്ന് വെച്ചാൽ റിയാസ് മാരാത്താണ് ഇതിൻ്റെ ഡയറക്ടർ. ഡയറക്ഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഡയറക്ഷൻ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നെങ്കിൽ ഇത് വേറെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു ഈ മൂവി. ഒരു 5-ാം പാതിര ആ ഒരു രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് ഇത് പിടിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തിരക്കഥ, അതിൻ്റെ മെയിൻ അതിൻ്റെ തിരക്കഥയാണ്. അതിൻ്റെ സ്റ്റോറിയും തിരക്കഥയും എല്ലാതും ഡയറക്റ്റായിട്ടുള്ള റിയാസ് മാരാത്താണ് ചെയ്തിട്ടുള്ളത്. ഈ പടത്തിലേക്ക് ഇന്നാക്കുന്നത് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റോറിയാണ്. ഡയറക്ഷനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഡയറക്ഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു മൂവി എക്സ്പീരിയൻസ് നമുക്ക് തന്നിരുന്നു ഈ അനോമി എന്ന മൂവി. ഇതിലെടുത്ത് പറയേണ്ട ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റഹ്മാൻ, അതേപോലെ ഇതിൽ ഭ്രമരം സിനിമയത്തെ മൗലാൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ള അർജുൻ ലാൽ, അതുപോലെ ബിനു പപ്പു, ഷെബിൻ ബെൻസൺ ഒക്കെയാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സസ്പെൻസ് ത്രില്ലറായിട്ടാണ് ഇതെടുത്ത് വച്ചിരിക്കുന്നത്. ഒരു 2 മണിക്കൂർ 17 മിനിറ്റാണ് ഇതിൻ്റെ ഈ മൂവിയുടെ ദൈർഘ്യം വരുന്നത്. ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഡയറക്ഷൻ കുറച്ചും കൂടി നന്നാക്കായിരുന്നെങ്കിൽ ഒരു തിയേറ്ററിക്കൽ മൂവി ആയിട്ട് ഇത് മാറിയിരുന്നു. അത്രയും ഗംഭീര സ്റ്റോറി ആയിരുന്നു ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം ഓക്കെ ആയിരുന്നു. മ്യൂസിക്കും കുറച്ചുകൂടി നന്നാക്കായിരുന്നു. മ്യൂസിക്കൊക്കെ പുതിയ ആളാണ് തോന്നുന്നുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് റാം ഈശ്വർ, അതേപോലെ ഹർഷവർദ്ധൻ, 2 ആൾക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 മ്യൂസിക് ഡയറക്ടറുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സുജിത്ത് സാരംഗ്, അതേപോലെ എഡിറ്റിങ് കിരൺ ദാസ്. ഇതിൽ ക്യാമറയും അതുപോലെ തന്നെ എഡിറ്റിംഗ് ഒന്നും പറയാനില്ല. ഇതിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് കുറച്ചുകൂടി നന്നാക്കായിരുന്നു. മ്യൂസിക്കിൻ്റെ ഇടയ്ക്കുള്ള BGM ഒക്കെ വളരെ ഇതായിട്ട് തോന്നി, ഡൗൺ ആയിട്ട് തോന്നിയത്. ബാക്കി ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത് ഡയറക്ഷനാണ്. ഡയറക്ഷൻ കുറച്ച് വീക്കായ പോലെ തോന്നി. ബാക്കിയെല്ലാം ഓക്കെയാണ്. നല്ലൊരു മൂവി ആയിരുന്നത്. ആ 20 മിനിറ്റ്സിന് ശേഷം ആ മർഡർ സംഭവിക്കും. അതിന് ശേഷം പിന്നെ നമുക്ക് ഈ പടം അവസാനിക്കുന്നത് വരെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഡയറക്ഷൻ മാത്രം കുറച്ചുകൂടി നന്നാക്കായിരുന്നു തോന്നി.